എല്ലാ വർഷവും ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ്. വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ഇന്ന് ലോകത്താകമാനം 212 മില്യൺ കുട്ടികൾ ഖനികളിലും ഫാക്ടറികളിലും വയലുകളിലും ഒക്കെ ആയിട്ട് ഭാരിച്ച ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 15 മില്യൺ കുട്ടികൾ വർഷം തോറും ഭാരിച്ച ജോലികൾ താങ്ങാൻ കഴിയാതെ പലവിധ രോഗങ്ങൾക്ക് അടിപ്പെട്ട് മരണമടയുന്നു. 685 മില്യൺ കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം അനാരോഗ്യവും മൂലമൊക്കെ ആയിട്ട് പലവിധ രോഗങ്ങൾക്ക് വിധേയരാകുന്നു. 22 മില്യൺ കുട്ടികൾ ബാലവേലക്കായി അന്താരാഷ്ട്ര മാർക്കറ്റ് വിൽക്കപ്പെടുന്നതായിട്ടും കണക്കുകൾ പറയുകയാണ്. 14 മില്യൺ കുട്ടികൾ അനാശാസ്യ വൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. അവരിൽ പലരും മദ്യത്തിനും ലഹരിക്കും അടിപ്പെട്ട് ജീവിക്കുന്നവരുമാണ്. 225 മില്യൺ കുട്ടികൾ ആഭ്യന്തര യുദ്ധങ്ങളുടെ ഫലമായിട്ട് കുടുംബജീവിതം നഷ്ടപ്പെടുകയും വഴിയാധാരമാക്കപ്പെടുകയും ചെയ്തു. കുട്ടികൾക്ക് മാന്യമായ താമസം, ഭക്ഷണം, വസ്ത്രം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ ചിലവുകളും പിതാവാണ് വഹിക്കേണ്ടത്. ഇനി പിതാവില്ല അല്ലെങ്കിൽ രോഗിയാണ് എങ്കിൽ അത് സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ബാധ്യതയാണ് ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്നത്. ചെറിയവരോടും കുട്ടികളോടും കരുണ കാണിക്കണമെന്നാണ് നബി തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരെ ദുഃഖിപ്പിക്കുന്ന ഭാരങ്ങളൊന്നും വഹിപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. പ്രവാചകൻ നബി തിരുമേനി പറഞ്ഞു, ലൈസ മിന്ന മല്ലം യർഹം സഗീറന വയുവക്കിർ കബീറന. ചെറിയവരോട് കരുണ കാണിക്കാത്തവരും അതേപോലെ വലിയവരെ ആദരിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല. അനാഥകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത്, ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ വളരെ സമീപസ്ഥനായിരിക്കും എന്നാണ്. അതുപോലെ പ്രവാചകൻ പഠിപ്പിച്ചു, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലൻ അൻ റായിയത്തി. എല്ലാവരും നായകരാണ്, നയിക്കേണ്ടവരാണ്, ഭരിക്കുന്നവരാണ്. തങ്ങളുടെ കീഴിലുള്ളവരെക്കുറിച്ച് അവർ നാളെ ചോദ്യം ചെയ്യപ്പെടും പരലോകത്ത് വെച്ച്. ആൺകുട്ടികൾ പ്രായപൂർത്തിയാകും വരെയും അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകും വരെയും പെൺകുട്ടികൾ വിവാഹിതരാകുന്നത് വരേക്കും അവർക്ക് ചിലവിന് കൊടുക്കൽ പിതാക്കളുടെ കടമയാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ അത് സംബന്ധിച്ചുള്ള ആയത്തുകളൊക്കെ നമുക്ക് കാണാം. അടിമത്തവും ബാലവേലയും ഒക്കെ തകൃതിയായി നടമാടിയിരുന്ന സമൂഹത്തിലാണ് പ്രവാചകൻ നബി തിരുമേനി നിയോഗിതനായത്. പ്രവാചകൻ്റെ ലക്ഷ്യം തന്നെ ഖുർആൻ വിവരിക്കുന്നത്, ആ പ്രവാചകൻ നല്ലത് മാത്രം കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ നിരോധിക്കുകയും ചെയ്യുന്നു. അവരെ ഞെരിച്ചുകൊണ്ടിരുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു. അവരെ വരിഞ്ഞു മുറുക്കിയിരുന്ന ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്നു. അങ്ങനെ പ്രവാചകനെക്കുറിച്ച് ഖുർആനിലും പല ഭാഗങ്ങളിലും വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ കച്ചവടത്തിലും മറ്റ് തൊഴിലുകളിലൊക്കെ ഏർപ്പെടുന്നതിനെക്കുറിച്ച് പൗരാണിക പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ബുദ്ധിയും വിവേകവും ശാരീരിക ശേഷിയുമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് സാധ്യമാകുന്ന ജോലികളിൽ ഏർപ്പെടുന്നതിൽ വിരോധമില്ല എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. പുതിയ ലോക സാഹചര്യം മുൻനിർത്തി ആധുനിക പണ്ഡിതന്മാരായ അബ്ദുൽ ഫത്താഹ് ഇദ്രീസ്, ഇസ്മായിൽ ബദവി, അഹമ്മദ് ഹസൻ, സാലിഹ് അലി, ഹസൻ മുല്ല ഉസ്മാൻ എന്നിവരുടെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് കഴിയാവുന്ന ജോലികൾ ചെയ്യാം എന്നാണ്. അതേസമയം കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആധുനിക പണ്ഡിതന്മാരിൽ പ്രമുഖരാണ് മുഹമ്മദ് മുബാറക്ക്, അബ്ദുൽ ലത്തീഫ് ബിൻ സഈദ് അൽ ഖാമിദി തുടങ്ങിയവരൊക്കെ. യൂസുൽ കർലാവിയുടെ അഭിപ്രായത്തിൽ കുട്ടികൾ അവരുടെ ബാല്യകാലം കളിയും വിനോദവും പഠനവും ഒക്കെ ആയിട്ടായിരിക്കണം ചിലവഴിക്കേണ്ടത്. ചെറുപ്പത്തിലെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ദങ്ങളും അവരുടെ തലയിൽ കെട്ടിവെക്കുക എന്നത് ഇസ്ലാം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ദാരിദ്ര്യത്തിൻ്റെ പേരിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത്, കുടുംബത്തിൻ്റെ വരുമാനം കണ്ടെത്തുന്നതിന് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതൊക്കെ ശരിയായ നടപടിയല്ല. എന്നാൽ പിതാവ് ഒരു കർഷകനാണെങ്കിൽ അല്ലെങ്കിൽ കച്ചവടക്കാരനാണെങ്കിൽ തൻ്റെ പിതാവിനെ സഹായിക്കാൻ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുന്നത് തെറ്റൊന്നുമില്ല. അത് അവർക്കൊരു പരിശീലനവും കൂടിയായിരിക്കും. ഭാവിയിൽ അത് അവർക്ക് ഉപകരിക്കുകയും ചെയ്യും. ബാലവേല തടയാൻ ആവാത്ത ചില ഘട്ടങ്ങളുമുണ്ട്. കുടുംബം
കടുത്ത ദാരിദ്ര്യത്തിൽപ്പെട്ട് ഉഴലുമ്പോൾ തങ്ങൾക്കാവുന്ന ജോലികളിൽ ഏർപ്പെടുക എന്നുള്ളത് അവരുടെ ആരോഗ്യത്തിനും ദോഷം പറ്റാത്ത രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, അത് ആവശ്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ്.